2001 മന്ദാരം TV ചാനൽ തുടങ്ങാനുള്ള പരിപാടികൾ പുതുപ്പച്ചൻ മുതലാളിയുടെ മക്കൾ വിദേശത്തു നിന്ന് പഠിച്ചു വന്ന പിള്ളേരാണ്. അവരൊരു കാര്യം അപ്പനടുത്ത് തുറന്നു പറഞ്ഞു. എടാ സാങ്കുട്ടി, എന്റെ മക്കള് പറയാ ഈ പഴയ ബന്ധങ്ങളും പരിചയമൊന്നും വെച്ചേ ഈ ചീഫ് എഡിറ്ററെ വെക്കാൻ പറ്റത്തില്ലെന്ന്. മാത്രമല്ല അവരൊരു സീനിയർ ജേർണലിസ്റ്റ് വെക്കും. അയാൾ ഇന്റർവ്യൂ ചെയ്ത് ആളെ തീരുമാനിക്കും. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെന്ന്. ഒരുമാതിരി ഏത് ഇന്റർവ്യൂവും വെട്ടാനുള്ള സാമർഥ്യം സാംകുട്ടിക്കുണ്ടെന്ന് മുതലാളിക്ക് അറിയുന്നത് പോലെ വേറെ ആർക്കറിയാം? വെൽ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മന്ദാരൻ ടിവിയുടെ ലോഞ്ചിന് ഒരു ലോകം നടുങ്ങുന്ന ബ്രേക്കിംഗ് ന്യൂസ് വേണമെന്നിരിക്കട്ടെ. 3 ദിവസമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. വാട്ട് ക്യാൻ യു ഡു? കിട്ടണവരെ അന്വേഷിക്കും സാറേ. കിട്ടിയില്ലെങ്കിലോ? ഞാനതങ്ങനെ ഉണ്ടാക്കും. ഉണ്ടാക്കി സാംകുട്ടി വാകത്താനം അങ്ങനെ മന്ദാരൻ ടിവിയുടെ ജീവാത്മാവും പരമാത്മാവുമായി ചുമതലയേറ്റു. സംഖ്യാശാസ്ത്രപ്രകാരം തന്റെ പേരും ഒന്ന് പരിഷ്കരിച്ചു. സാം ജോൺ വാകത്താനം എന്നാക്കി. ഈ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ മന്ദാരത്തിനെതിരെ 2 മനഃശാസ്ത്ര കേസിന് സാറ് ഹാജരായതാ. ഒടുവിൽ എന്ത് പറ്റി? SJV അവരെ സ്വാധീനിച്ച് കേസ് പിൻവലിച്ചു. അനുഭവം അതാണ്. സാർ അതാ സൂചിപ്പിച്ചത്. അതെന്തായാലും എന്റെ കാര്യത്തിൽ സംഭവിക്കില്ല. അല്ല, പൊതുവായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, സാർ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് എടുത്തു വെച്ചാലേ ഞാൻ ആളെ വിടാം. ഓക്കെ, ബൈ. നിക്കില കോച്ചിങ് സെന്ററോട്. അന്ന, നീ ഇവിടെ ഇരിക്ക്. ഞാൻ ആദ്യം ഒന്ന് പ്രിൻസിപ്പലിനെ കണ്ടിരുന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോ വന്നാ മതി. ഓക്കെ? കുറുവാച്ചനും കൂടി വരട്ടെ അല്ലേ? ആ, വരൂ. എന്താടാ പറഞ്ഞതൊക്കെ മറന്നു അല്ലേ? ബി ബ്രേവ്, സ്റ്റേ ഹിയർ. വിളിച്ചാടി. എടാ, ഇത് അവളല്ലേ? മറ്റേ അന്ന. ഇത് അന്നാച്ചറിയാ വിളിച്ചു. ഡോക്ടർ, ഐ റെസ്പെക്ട് യു. പക്ഷേ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് ആർക്കും അറിയില്ല. പോലീസിന് പറ്റി വീഴ്ചയാണെങ്കിൽ അവരത് പബ്ലിക്കായിട്ട് പറയണ്ടേ? ജനങ്ങൾ കാണുന്ന ഏതെങ്കിലും ചാനലിലോ പത്രത്തിലോ വരണ്ടേ? പിന്നെ ഒരു ഓൺലൈൻ മാഗസിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. എത്ര പേര് കാണുമത്? ഏതായാലും നമ്മുടെ കോച്ചിങ് സെൻ്ററിൻ്റെ പേര് പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ റൂമർ വരുന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിരിക്കാം ഓരോ പേരൻസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡിഗ്നിറ്റി കാക്കേണ്ട ഡോക്ടർ. സർ, വി കൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഒരു തെറ്റും ചെയ്യാതെ ആ കുട്ടി ഇത്ര അനുഭവിക്കുന്നത്. ഈ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കുന്നതെന്നറിയോ? അന്നയെ പറ്റി ഞങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായി നല്ല അഭിപ്രായമേ ഉള്ളൂ. ആക്ച്വലി ഈ വാർത്ത ഞങ്ങളെയും വളരെ കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് റിയാലിറ്റി നമുക്ക് അറിയില്ലല്ലോ. But we know her, right? അവളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേർക്ക് വ്യക്തമായിട്ട് റിയാലിറ്റി അറിയാം. ഞങ്ങൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. Now I realize it's not going to be an easy task. Anyway, thanks for your time. Oh my God, Anna!
എന്തായാലും 1, 2, 3 ഓൺലൈൻ പോർട്ടൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് തരുന്നതായിരിക്കും. ഗൈസ് പ്ലീസ് 1, 2, 3 ഓൺലൈൻ പോർട്ടൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും സാഹസികമായ റിപ്പോർട്ടിംഗ് ആണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഹോ, ഒരു വിധത്തിൽ ആ ചാനൽക്കാരുടെ അടുത്ത് രക്ഷപ്പെട്ടു വന്നത്. ആന്റിയും ഏതൊക്കെ ഓൺലൈൻ ചാനലുകാർ വിളിച്ചിരുന്നു. ഇതാണ് നമ്മുടെ ലോകം. ഇതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. കേസൊക്കെ കൃത്യമായിട്ട് നടക്കും. പക്ഷേ അതിന്റെ വിധി വരുന്നവരെ നമ്മളൊന്ന് പിടിച്ചു നിന്നേ പറ്റൂ. ഏയ്, നീ നിന്റെ എക്സാമിന്റെ കാര്യം ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. വേറെ ആരില്ലെങ്കിലും ഞാനും നിഖിലും ഇല്ലേ, നിന്റെ ക്ലാസ് അടിപൊളിയായി എടുത്തരും. നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ മാത്രമാണുള്ളത് നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് എവിടെയോ ആണെന്നാണ്. ഗൈസ്, നമ്മളിപ്പോഴുള്ളത് വിവാദ നായിക അന്ന ചിറയത്ത് താമസിക്കുന്ന വീടിന് തൊട്ടു വെളിയിലാണുള്ളത്. ദാദാ അന്ന ചിറയത്ത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ അമല ശ്രീറാമിനും ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. നിന്റെ ഗാങ്ങിന്റെ അഴിഞ്ഞാട്ടം എവിടെ? അന്നാച്ചിറയത്ത് അമല ശ്രീരാമ ഒന്നിക്കുന്നു. ഇപ്പൊ വെറും ഡോക്ടറല്ല, സോഷ്യൽ മീഡിയ താരം. ലോകത്തിലുള്ള സകല മീഡിയ ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനത്തെ വാർത്ത പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഫാക്ട് ആണോ? അതൊന്നും മനസ്സിലാക്കാൻ പുറകെ പോണ നിന്റെ പേര് ഇപ്പൊ എല്ലാരും ബ്രാൻഡാക്കി തുടങ്ങി. ഇതൊക്കെ കാണുന്നുണ്ടോ? അതിന് പറ്റിയ കുറെ കൂട്ടുകാരും. കഷ്ടം. ആരോട്?